നമുക്ക് അയല മീനിനെ പൊരിക്കാൻ വേണ്ടി അത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ സൈസ് അയല ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മുഴുവനോടെ ഈ സൈഡിലെ ചെറിയ അറുത്ത കളയാണ്. മുളകും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ഇടണം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് പൊരിക്കാൻ പോകണം മുഴുവനോടെ. നമ്മൾ അയില മീൻ കണ്ടിച്ച് ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രഷ് അയില കടപ്പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതിനെ കട്ട് ചെയ്ത് നമ്മൾ വരഞ്ഞ് അതിനെ ഒരു 3-4 വാരത്തിലൊക്കെ വരഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഇനി ഉപ്പും മുളകും ഇതെല്ലാം ചേർത്ത് ഉപ്പും മുളകെല്ലാം ചേർത്ത് എന്ത് ചെയ്യും? പൊരിക്കും ഇല്ലേ? ഉപ്പും മുളകും മാത്രമല്ല, അതിൽ മസാല എല്ലാം കൂടെ ഒക്കെ ചേർക്കണം. മസാല എല്ലാം കൂടെ ഒക്കെ ചേർത്ത് പിന്നെ വെളുത്തുള്ളി, ഇത് ഗരം മസാല ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം കൂടെ ഒക്കെ ചേർത്ത് മുളക് പൊടി എല്ലാം കൂടെ ഒക്കെ ചേർത്ത് കുറച്ച് നേരം പുരട്ടി വെച്ചിരുന്നിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന പൂങ്കൊത്ത് കറുത്തിരിക്കുന്ന ഇതെല്ലാം എടുത്ത് കളയണം ഇല്ലേ? വേസ്റ്റുകൾ കളഞ്ഞിട്ട് ഇത് ചെറിയ അയല, അതുകൊണ്ട് ഞാൻ ചെറിയ അയല. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ വാല് കണ്ടിച്ച് നോക്കി കാണാം. ചെറിയ അയല ആയതുകൊണ്ട് ഞാൻ മുറിച്ചിടണില്ല, അത് മുഴുവനോടെ ഇങ്ങനെ ഇട്ട് പൊരിക്കുക. ഫുള്ളായിട്ട് വെച്ച് നേരെ മീൻ നല്ലതായിട്ട് കട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ചെറിയ മീനാണ്. എത്ര എണ്ണം ഉണ്ടായിരുന്നത്? 6 എണ്ണം 100 രൂപ. പൊടി 100 രൂപയുടെ പച്ചക്കറിയാണ്. കണ്ട 100 രൂപയുടെ പച്ചക്കറി. അവിയലിന് സാമ്പാറിന് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് പോയിട്ടുള്ള പച്ചക്കറിയാണ് ഈ ഇരിക്കുന്നത്. നെല്ലിക്ക നമ്മുടെ മുറ്റത്തുള്ളതാണ്, നമ്മുടെ പറമ്പിലുള്ളതാണ്. നല്ല ഫ്രഷ് നെല്ലിക്ക. പറിച്ചുകൊണ്ട് വെച്ചിട്ട് 3-4 ദിവസമായി. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അരി വെള്ളത്തായിട്ടിരിക്കുകയാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി. പച്ചരിയും ഇത് ഉഴുന്നു. നാളെ രാവിലത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണത്. ഇന്ന് അവിയൽ, ഉച്ചത്തെ ഭക്ഷണം അവിയൽ ഇരിക്കുന്നതാണ്. മീൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടി, ഉപ്പ്, ശകലം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി പൂര മല്ലിപ്പൊടിയും കൂടി ഇട്ട് മിക്സിങ് ചെയ്തെടുക്കാം. ഉത്തിപ്പൂര എന്നുള്ളത് എന്തിനാണ്? തിരുവനന്തപുരം ഭാഷയാണ്. ഉത്തിപ്പൂര ഒക്കെ അങ്ങനെയൊക്കെ പറയുള്ളൂ. നല്ലതുപോലെ മിക്സിങ് ആയിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി അതിൽ മീൻ എടുത്തിട്ട് കൊടുക്കാം.
മീൻ ഇതിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന മീൻ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി എടുത്ത് വയ്ക്കാം. പക്ഷേ മസാല ഇങ്ങനെ തലയിലെവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം മസാല എല്ലായിടവും പിടിക്കും. വെള്ളം ചേർക്കണ്ടായിരുന്നു ആ മീനിൽ ആ കഴുകി എടുത്തതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തീരെ വെള്ളം പോലെ ആയിപ്പോവും ഈ അരപ്പ്. ഇട്ടിടാകുമ്പം ഇത്തിരി കട്ടിക്കങ്ങ്. എല്ലാം മസാല ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞു. പിടിച്ചില്ല, പുരട്ടി വെച്ചതേ ഉള്ളൂ. ഇനി ഒരു 10-15 മിനിറ്റ് മീനിന് ഇതിൽ പുരട്ടി വെച്ചിരുന്നാലേ ഇത് മസാല എല്ലായിടും നമുക്ക് പിടിക്കുള്ളൂ. സെറ്റായി വരട്ടെ അല്ലേ? അപ്പൊ അയില നമ്മളൊന്ന് ഫ്രൈ വയ്ക്കാൻ പോകണം. ഫ്രൈ ആക്കാൻ പോവാണ്. ഇനി ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ചിരിക്കാം. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. മീൻ പൊരിക്കാൻ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമുക്ക് എണ്ണ വീട്ടി കൊടുക്കാം. പാത്രത്തിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ വീട്ടി കൊടുക്കാം. നമ്മൾ മീൻ പൊരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിക്കുന്നത്. എങ്കിലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. മസാല പുരട്ടി വെച്ചിരിക്കണ മീൻ നമുക്കിതിൽ വെച്ച് കൊടുക്കാം. നോക്കി നിൽക്കണം. ഇതിനകത്ത് നിൽക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ലേ ഉള്ളൂ. ചെറിയതല്ലേ അതിൻ്റെ കൂട്ടെടുത്ത് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം. നോക്കി കുറച്ച് ചിലപ്പോൾ എണ്ണ കഴിക്കും. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് അപ്പുറത്തേക്കാളും കൂടെ ഉള്ളിയ വേവട്ടിരുന്നു. ചെറു തീയിൽ വെച്ച് കൊടുക്കാം. മീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് മീൻ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നല്ല ചൂടോടെ ഉള്ള അയില പൊരിച്ചത് ഫുള്ള്, പിന്നെ അവിയൽ, സാമ്പാർ, രാത്രിത്തെ ഭക്ഷണമാണത്. കഴിക്കാം. നല്ല ചൂട്.
കൊള്ളാം, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ്, ഫ്രഷ് മീനില്ലേ, കൊള്ളാം.